ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് സവാളയും ഉള്ളിയൊന്നും ചേർക്കാണ്ട് തന്നെ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റ് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തേക്കുന്നത്. നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ ടീസ്പൂൺ മാറിപ്പോവരുത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു മസാലയൊക്കെ ഒന്ന് ഈ ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ബീഫിലേക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല കുഴഞ്ഞിരിക്കുന്ന ബീഫ് കറിയാണ് വേണ്ടതെങ്കിൽ ഇതിൽ നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതേപോലെ തന്നെ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 5 വിസിൽ വരുത്താം. ചില ബീഫിൽ വേവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 5 വിസിൽ, ചിലപ്പോൾ 6 വിസിലൊക്കെ വേണ്ടി വരും. നാട്ടിലെ ബീഫാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വേവ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് അത് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ എത്ര ബീഫ് എടുക്കുന്നോ ആ ബീഫ് കൊള്ളുന്ന ഒരു പാത്രമായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതേപോലത്തെ ഒരു വലിയൊരു പാനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലേ ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കനും മട്ടനും വെക്കുന്ന പോലെ അല്ല ബീഫ് വെക്കുമ്പോൾ ബീഫിൻ്റേതായ രീതിക്ക് തന്നെ വെക്കണം. പ്രത്യേകിച്ച് നാടൻ രീതിയിലേക്കൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് വെച്ചെങ്കിൽ മാത്രമേ ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചിക്കനും മട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പുതിയ പുതിയ പേരുകൾ ഇടാൻ പറ്റുകയും ചെയ്യും. പക്ഷെ അതുപോലെ അല്ല ബീഫ് അതിൻ്റെ മസാലകളും എല്ലാം കറക്റ്റ് ഒക്കെ ആണെങ്കിലേ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം തീ ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കുക. ഞാൻ അതിൽ പറയുന്ന മസാലപ്പൊടികളൊക്കെ കറക്റ്റായിരിക്കണം കേട്ടോ, ഒന്നും കൂടെയും കുറയൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് ഇടണം കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് ഇടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കൂട്ടിയിട്ടിടുന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഞാൻ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അരച്ച് വെന്താ ഒരു ചാറൊഴിച്ചതിന് ശേഷം നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം.
നല്ല ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനാകെ 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂടരുത് കേട്ടോ. അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫിന് പുളി മുന്തിട്ട് വെക്കും, അപ്പോൾ കാര്യമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിതിലേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, നന്നായിട്ടൊന്ന് തിളച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മേടിച്ച ബീഫ് നല്ല നെയ്യുള്ള ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. നെയ്യൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവൊന്നും കൂടി കൂട്ടി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണം, ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇതിൽ ഉപ്പുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, തക്കാളി സോസ് ചേർക്കുമ്പോൾ ഒട്ടും കൂടരുത്. കൂടിയിട്ടുണ്ടെങ്കിലൊരു പുളി രസം മുന്തിരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചാറോടുകൂടി വേണ്ട, ഇത് ബീഫ് പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാറ് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ ടേസ്റ്റിൽ ഇറച്ചി പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സവാള ചേർക്കാത്ത അടിപൊളി ചാറോട് കൂടിയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് കൂട്ടി കൊടുക്കട്ടെ. അപ്പോഴേ ഇതിന് ഈ ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഏറ്റവും അവസാനം കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ അളവും കറക്റ്റാണ്, ഒന്നും കൂട്ടാനും കുറക്കാനൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സവാളയും ഉള്ളിയും ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ബീഫ് കറിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു. ഇതേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീഫ് കറി ഇതേപോലെ ഡ്രൈ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ആ ചാറൊക്കെ നന്നായിട്ട് വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാക്കിയെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലത്തെ ചാറ് നന്നായിട്ട് വറ്റിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ ആയി കിട്ടും.